നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മളിന്ന് ചാനലിൽ വന്നിരിക്കുന്നത് നോക്കിയയുടെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നോക്കിയ C01 പ്ലസ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പം 10 മാസത്തോളമായി. ജൂൺ 2021 ലോഞ്ച് ചെയ്ത ഒരു ഡിവൈസാണിത്. അപ്പോൾ നമുക്ക് നോക്കിയ ഇപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5999 എന്ന റേറ്റിലാണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇതിന് കുറച്ച് രൂപയും കൂടെ കൂടിയിട്ടുണ്ട്. 6298 രൂപയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ കറൻറ്റ്ലി ഈ ഫോണിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ബിഗിനേഴ്സിന് നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് സ്മാർട്ട് ഫോണിലേക്ക് കടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് സ്മാർട്ട് ഫോണാണിത്. അപ്പം ഇതിൽ വേണേൽ കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിച്ച ഫോണെന്നും നമുക്കിതിനെ വിളിക്കാം. കാരണം ഇതിലെ ചില കാര്യങ്ങൾ നമ്മൾ ഒരു 5-6 വർഷം മുമ്പ് കണ്ടുവന്നിരുന്ന സ്മാർട്ട് ഫോൺസിലുള്ള ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്ന ബോക്സ്. നോക്കിയ ബ്രാൻഡിങ് കാണാം, ഡിവൈസിൻ്റെ ഒരു ഇമേജ് നൽകിയിട്ടുണ്ട്, ആൻഡ്രോയിഡിൻ്റെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫീച്ചേഴ്സൊക്കെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ മോർ മൾട്ടി ടാസ്കിങ്, മോർ സ്പീഡ്, മോർ സെക്യൂർ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എഡിഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾഡ് എൻ്റർടൈൻമെൻറ്റ് എഴുതിയിരിക്കുന്നു. ഷാർപ്പായിട്ടുള്ള ഒരു 5.45 ഇഞ്ച് 13.8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് റിമൂവബിൾ ബാറ്ററി എന്നുള്ളതാണ്. അതായത് ഇതിലെ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ ഒരു ഫീച്ചറാണ് ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തത്, ഇത് പുറകോട്ട് സഞ്ചരിച്ചു എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ സീൽഡ് ആയിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ബാറ്ററി നമുക്ക് സ്വന്തമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഒരു ടെക്നീഷ്യൻ്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല, ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ബിൽഡ് ടു ലാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ നോക്കിയ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി എപ്പോഴും ഒരു പടി മികച്ചതാണെന്ന് നമുക്ക് പറയാം. പിന്നെ നൈറ്റ് ക്യാമറ ആക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഫ്രണ്ട് ക്യാമിലും ബാക്ക് ക്യാമിലും ഇവർ LED ഫ്ലാഷ് സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒക്ടാകോർ പ്രൊസസ്സറാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ യൂണിസോക്കിൻ്റെ 1.6 GHz ഒക്ടാകോർ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. SC9863A എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 4G LTE വോൾട്ട് റെഡി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ജിയോ സിം കാർഡൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ്സ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് ബ്രാൻഡ് നൽകുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഈ ഡിവൈസിന് വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ അല്ല, പകരം ഡിവൈസ് തന്നെ റീപ്ലേസ് ചെയ്താണ് തരുന്നത്. അതുകൂടാതെ 2 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ റിമൂവബിൾ ബാറ്ററി വന്നിട്ടുണ്ട്. നോക്കിയ ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു ബാറ്ററിയാണ്. കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു ഫീൽ കിട്ടുന്നത്. ഇതിലൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റ് സേഫ്റ്റി ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു ചാർജിങ് ബ്രിക്ക് ഉണ്ട്. ഇത് 5 വോൾട്ട് 1 ആംപിയർ ആണ്. അതായത് 5 വാട്ട്സിൻ്റെ ഏറ്റവും സ്ലോ ചാർജിങ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ Type-C അല്ല ഇതിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിലുള്ളത്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫോണൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്ററി ആദ്യം ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഫീല്. പണ്ടൊക്കെ നമ്മുടെ ഫോൺ സ്റ്റക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ബാറ്ററി വലിച്ചു ഊരുമായിരുന്നു അല്ലേ. ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാ ബട്ടണും പ്രസ് ചെയ്തൊക്കെ പിടിച്ച് ലോങ് പ്രസ് ചെയ്തൊക്കെയാണ് നമ്മൾ ഹാങ് ആവുന്ന ഫോൺ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൽ നമുക്ക് തിരിച്ച് പഴയ ആ ഒരു ഓർമ്മയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 സ്ലോട്ട്സ് കാണാം. അതിലൊന്ന് മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ട്, പ്രൈമറി സിം കാർഡ് സ്ലോട്ടും ഉണ്ട്, താഴെ സെക്കൻഡറി സിം കാർഡ് സ്ലോട്ടും കാണാം. ഇവിടെയായിട്ട് സ്പീക്കർ ഗ്രില്ല് കാണാം, ക്യാമറയും കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് കവർ തിരിച്ച് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് ബാഗ് ആണെങ്കിൽ പോലും ഈ ഡിവൈസ് പിടിക്കുമ്പോൾ ഒരു ക്വാളിറ്റി, ഒരു ഫീലുണ്ട്. അത് നോക്കിയ ഡിവൈസസിന് എല്ലാം ഉള്ളതാണ്. നല്ലൊരു ഫീല് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതൊരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ് കേട്ടോ. ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ക്യാമറയിൽ ഫ്ലാഷ് കാണാം. ഇതിലൊരു 8 മെഗാ പിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. നോക്കിയ ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ സ്പീക്കർ ഗ്രില്ലും കാണാം. ഇവിടെയായിട്ട് ഒരു ചെറിയൊരു മുഴ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പം സ്പീക്കർ ഫുള്ള് അടഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഫ്രണ്ട്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തേക്കാം. പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് പഴയ ഒരു ഡിസൈൻ എന്ന് വേണേൽ പറയാം. ബെസെല്ലസ് ഫോണുകളുടെ കാലമാണിപ്പം. എല്ലാവരും സ്ക്രീൻ ടു ബോഡി റേഷ്യോ മാക്സിമം
ഇതെപ്പോൾ കേട്ടാലും ഒരു കിടിലൻ ഫീലാണ്. അപ്പോൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നേക്കുന്നത്. അതായത് നമ്മൾ ചില മീഡിയ ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ നല്ല ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പല ഫോണുകളിലും ബ്ലാക്ക് ബാർസ് വരാറുണ്ട്, നമ്മൾ എന്നിട്ട് സൂം ചെയ്തൊക്കെ വെക്കാറുണ്ട് അല്ലേ. ഇതിൽ അങ്ങനെയുള്ള കുറച്ചുകൂടെ ബെറ്റർ ഫീൽ നമുക്ക് ലഭിക്കും. ഓക്കെ, നമ്മുടെ ഫോൺ ബൂട്ടായിട്ടുണ്ട്, ലോക്ക് സ്ക്രീൻ വന്നിട്ടുണ്ട്. ബൂട്ട് ടൈം ഒന്നും അധികമൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ബൂട്ടായി. അപ്പോൾ ഇനീഷ്യൽ സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡിവൈസ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ഫേസ് അൺലോക്കിൻ്റെ ഒരു പേജ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന്. ഓക്കെ, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്തായാലും ഡിവൈസ് ബൂട്ട് ആട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഈ ഡിസ്പ്ലേ ഇങ്ങനെ കണ്ടിട്ട് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാനായിട്ട് നല്ല ഷാർപ്പായിട്ട് തോന്നുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാഷ് കാണാം, ഒരു ഫ്രണ്ട് ക്യാമറ കാണാം. 5 MP ഫ്രണ്ട് ക്യാമറയാണ് വന്നേക്കുന്നത്. ഇവിടെ ഇയർ പീസ് കാണാം. പിന്നെ താഴെ നോക്കിയ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അടിയിലൊരു മൈക്ക് ഹോൾ കാണാം. പിന്നെ മുകളിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. അതിൻ്റെ അപ്പുറം ഒരു 3.5 ഹെഡ്ഫോൺ ജാക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടായിട്ടുണ്ട്. നമുക്കിതിൽ ബ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രായമായവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 11 ഗോ എന്ന് പറയുന്ന എഡിഷനാണ് ഇതിൽ റൺ ചെയ്യുന്നത്. അപ്പം ഇത് ഇനിഷ്യൽ ഇംപ്രഷൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. 16 GB ഇൻറ്റർണൽ സ്റ്റോറേജ് 2 GB റാം ഉള്ള വേരിയൻറ്റിനാണ് നമ്മൾ പറഞ്ഞ 6298 രൂപ പ്രൈസിങ് പറഞ്ഞത്. പിന്നെ ഇത് കൂടാതെ ഒരു 32 GB ഇൻറ്റർണൽ സ്റ്റോറേജും 2 GB റാമുള്ള വേരിയൻ്റ് ഉണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് 6798 രൂപയാണ്. ഓക്കെ, താഴെ ആൻഡ്രോയിഡ് 11 എന്ന വെർഷൻ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്ഡേറ്റിനായിട്ട് ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം അപ് ടു ഡേറ്റ് ആണെന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സെക്യൂരിറ്റി പാച്ച് വന്നേക്കുന്നത് ജനുവരി 2022 അപ്പോൾ അത് കഴിഞ്ഞ് ഷിപ്പ് ചെയ്ത ഡിവൈസ് ആയിരിക്കണം ഇത്. ഡിവൈസ് അനൗൺസ് ചെയ്തത് ജൂലൈയിലാണെങ്കിലും ഇത് പുതുതായിട്ട് മാനുഫാക്ചർ ചെയ്ത ഡിവൈസാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഇനിഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാൻ നല്ല സ്നാപ്പിയാണ്. ഇതിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്ക് ലൈറ്റ്, മൈ ജിയോ പോലത്തെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മജോറിറ്റി ആൾക്കാരും ജിയോ പോലുള്ള നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇതൊക്കെ പ്രീബിൽറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇല്ല, മൈ ജിയോ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, ഡിസേബിൾ ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ ഫേസ്ബുക്ക് ലൈറ്റും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അതും ഡിസേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് ബ്ലോട്ട്വെയർസ് ഇതിൽ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും വേണമെന്നുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ചിലർക്ക് ജിയോ നെറ്റ്വർക്ക് ആയിരിക്കില്ല, എയർടെലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും ഇത് യാതൊരു യൂസും ഇല്ല. ഈ സാധനം ഇവിടെ ഒരു ബ്ലോട്ട്വെയർ ആയിട്ട് കിടക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതിൽ 16 GB ഇൻറ്റർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോ വെർഷൻ ആണെങ്കിൽ പോലും ഒരു പോരായ്മയെന്ന് പറയാം. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണല്ലേ. അപ്പോൾ ഈ ഒരു ഡിവൈസ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി പ്രായമായവരെ അല്ലെങ്കിൽ ബിഗിനേഴ്സിനെ എന്ന് വേണേൽ പറയാം. നമ്മുടെ നോർമൽ ഫീച്ചർ ഫോൺസൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് ആദ്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രായമായ ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ്. ഇപ്പോൾ എല്ലാം ബെസൽലെസ് ഫോണുകളാണ് എങ്കിൽ പോലും ഈ ഒരു ബെസലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ആക്സിഡൻ്റൽ ടച്ചസ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ബിൽഡ് വരുന്നുണ്ട് തന്നെ. പിന്നെ ഇത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഫീലുമാണ് ഈ ഒരു ഡിവൈസ് തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ഐഡിയുടെ പെർഫോമൻസ്. കണ്ട, ആക്ച്വലി അത്യാവശ്യം ഫാസ്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫിംഗർ പ്രിൻ്റ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വെൽ ലിറ്റ് കണ്ടീഷനിൽ ഈ ഒരു ഫേസ് ഐ ഡി വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നോക്കിയ C01 Plus എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്കറ്റിൽ ഇതിലും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊരു 3000 mAh ബാറ്ററിയാണ് വരുന്നത്. 5000 mAh വരുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ പ്രായമായവർക്ക് അത് കൊടുക്കുമ്പോൾ അതിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അവർക്കൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതുപോലുള്ള ഡിവൈസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും. അവരും കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ട പോലെയാണെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് കുറച്ചുകൂടെയും ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെയും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടെയും ബെറ്റർ ആണെന്ന് വേണേൽ പറയാം. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നോക്കിയ C01 Plusനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ബഡ്ജറ്റിൽ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രായമായവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു ഡിവൈസാണ്. അവർക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.